നമസ്കാരം. ഭാവിയുടെ ശൂന്യാകാശ ഗവേഷണ ചരിത്രത്തിൽ സുവർണ്ണ ലിപികളാൽ രേഖപ്പെടുത്താവുന്ന ഒരു വൻ മുന്നേറ്റമാണ് നാസയുടെ ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറി അടുത്തിടെ കൈവരിച്ചിരിക്കുന്നത്. ചൊവ്വയിലേക്കും അതിനപ്പുറത്തേക്കുമുള്ള മനുഷ്യൻ്റെ യാത്രകൾ കൂടുതൽ യാഥാർത്ഥ്യമാകുന്ന ലിഥിയം അധിഷ്ഠിത മാഗ്നറ്റോ പ്ലാസ്മ ഡൈനാമിക് ത്രസ്റ്റർ സാങ്കേതികവിദ്യയുടെ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കുകയാണ് ശാസ്ത്രലോകം. അമേരിക്കയിലെ ഏറ്റവും ഉയർന്ന പവർ ഔട്ട്പുട്ട് റെക്കോർഡ് ഭേദിച്ചുകൊണ്ട് 120 കിലോവാട്ട് ശേഷിയിലാണ് ഈ എഞ്ചിൻ പ്രവർത്തിച്ചത്. പരമ്പരാഗത റോക്കറ്റുകളിൽ നിന്ന് വ്യത്യസ്തമായി വൈദ്യുത കാന്തിക മണ്ഡലങ്ങൾ ഉപയോഗിച്ച് പ്ലാസ്മയെ ത്വരിതപ്പെടുത്തി മുന്നോട്ടുള്ള കുതിപ്പിനാവശ്യമായ ഊർജ്ജം കണ്ടെത്തുന്ന രീതിയാണത്. ചൊവ്വയെ ലക്ഷ്യം വെച്ചുള്ള നാസയുടെ മൂൺ ടു മാർസ് ദൗത്യത്തിൽ അതിനിർണായകമായ പങ്കായിരിക്കും ഈ പുതിയ കണ്ടുപിടുത്തത്തിന് ഉള്ളത്. ഈ സാങ്കേതിക വിദ്യയുടെ പ്രവർത്തന രീതി അത്ഭുതാവഹമാണ്. വൈദ്യുതോർജ്ജത്തെ പ്ലാസ്മയുടെ പ്രവേഗമാക്കി മാറ്റി ചലനശേഷി വർദ്ധിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. പരീക്ഷണത്തിനിടെ എഞ്ചിൻ്റെ ടങ്സ്റ്റൺ ഇലക്ട്രോഡുകൾ 5000 ഡിഗ്രി ഫാരൻഹീറ്റിലധികം ചൂടാവുകയും അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന ലിഥിയം പ്ലാസ്മ പുറന്തള്ളുകയും ചെയ്തു. കുറഞ്ഞ അളവിൽ ഇന്ധനം ഉപയോഗിച്ച് കൂടുതൽ കരുത്ത് ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കും എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. വലിയ ഭാരമേറിയ ചരക്കുകളും ജീവൻ രക്ഷാ ഉപകരണങ്ങളും വഹിച്ചുകൊണ്ട് ബഹിരാകാശത്തിലൂടെ മാസങ്ങളോളം സഞ്ചരിക്കേണ്ടി വരുന്ന ദൗത്യങ്ങൾക്ക് ഇത്തരം കാര്യക്ഷമതയേറിയ എഞ്ചിനുകൾ അത്യാവശ്യമാണ്. ചൊവ്വയിലേക്ക് മനുഷ്യരെ അയക്കുമ്പോൾ ആവശ്യമായി വരുന്ന കൂറ്റൻ പേടകങ്ങളെ ചലിപ്പിക്കാൻ നിലവിലുള്ള ഇന്ധന സംവിധാനങ്ങൾ മതിയാക്കാത്ത സാഹചര്യത്തിലാണ് പ്ലാസ്മ പ്രൊപ്പൽഷൻ്റെ പ്രസക്തി വർദ്ധിക്കുന്നത്. ചൊവ്വ ദൗത്യത്തിന് മെഗാവാട്ട് തലത്തിലുള്ള വലിയ ഊർജ്ജം ആവശ്യമാണെന്ന് ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാട്ടുന്നു. ഇപ്പോൾ നടത്തിയ 120 കിലോവാട്ട് പരീക്ഷണം ഒരു നാഴികക്കല്ലാണ് എങ്കിലും യഥാർത്ഥ യാത്രകൾക്ക് 2 മുതൽ 4 വരെ മെഗാവാട്ട് ഊർജ്ജം ആവശ്യമായി വരും. എന്നാൽ ഈ സാങ്കേതികവിദ്യ ഭാവിയിൽ വലിയ തോതിൽ വികസിപ്പിക്കാൻ സാധിക്കുമെന്നും JPL പരീക്ഷണം തെളിയിച്ചു കഴിഞ്ഞു. ലിഥിയം ഇന്ധനമായി ഉപയോഗിക്കുന്നത് വഴി എഞ്ചിൻ്റെ ഭാഗങ്ങൾ വേഗത്തിൽ നശിച്ചു പോകുന്നത് ഒഴിവാക്കുവാൻ സാധിക്കും. ഇത് ദീർഘദൂര ബഹിരാകാശ യാത്രകളിൽ എഞ്ചിൻ്റെ വിശ്വസ്തത വർദ്ധിപ്പിക്കുന്നു. ബഹിരാകാശത്തെ കഠിനമായ സാഹചര്യങ്ങൾ അതിജീവിക്കാനും തടസ്സമില്ലാതെ വർഷങ്ങളോളം പ്രവർത്തിക്കാനും ലിഥിയം അധിഷ്ഠിത MBD ത്രസ്റ്ററുകൾക്ക് സാധിക്കുമെന്നത് ഭാവി ഗവേഷകർക്ക് വലിയ പ്രതീക്ഷയാണുള്ളത്. സൂര്യപ്രകാശം കുറഞ്ഞ ബഹിരാകാശ മേഖലകളിൽ പേടകങ്ങൾക്ക് ഊർജ്ജം നൽകുവാൻ ന്യൂക്ലിയർ ഇലക്ട്രിക് പ്രൊപ്പൽഷൻ എന്ന രീതിയാണ് നാസ വിഭാവനം ചെയ്തത്. സൗരോർജ്ജത്തിന് പകരം ചെറിയൊരു ആണവ റിയാക്ടർ ഉപയോഗിച്ച് തടസ്സമില്ലാതെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയും അത് പ്ലാസ്മ ത്രസ്റ്റിലേക്ക് നൽകുകയും ചെയ്യുന്നതാണ് ഈ വിദ്യ. ചുരുങ്ങിയ ഇന്ധനം ഉപയോഗിച്ച് അതിവേഗത്തിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തുവാൻ ഇതിലൂടെ സാധിക്കും. ചൊവ്വയിലേക്കുള്ള യാത്രാ സമയം ഗണ്യമായി കുറയ്ക്കുവാൻ ഈ സാങ്കേതിക വിദ്യ സഹായിക്കുന്നതിലൂടെ ബഹിരാകാശ യാത്രികർ അനുഭവിക്കേണ്ടി വരുന്ന വികിരണ പ്രസരണങ്ങളുടെ ആഘാതം കുറയ്ക്കാനും അവരുടെ സുരക്ഷ ഉറപ്പാക്കാനും സാധിക്കും. മനുഷ്യനെ ചൊവ്വയിലെത്തിക്കുക എന്ന ദശകങ്ങളായുള്ള സ്വപ്നം സാക്ഷാത്കരിക്കുന്ന യാത്രയിൽ നാസയുടെ പ്ലാസ്മ എഞ്ചിൻ ഒരു വൻ വിപ്ലവം തന്നെയാണ് സൃഷ്ടിക്കുക. ഇതിലൂടെ മനുഷ്യരാശിയുടെ അറിവിൻ്റെ അതിരുകൾ ഭൂമിക്കും ചന്ദ്രനുമപ്പുറം ചൊവ്വയുടെ ചുവന്ന മണ്ണിലേക്കും വ്യാപിക്കാൻ ഉടൻ തന്നെ സാധിക്കും എന്നത് ഉറപ്പായ കാര്യമാണ്. തത്വമൈ TV.